ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ ചന്ദ്രന്റെ ഉപരിതലത്തിലെ വിവരങ്ങൾ ശേഖരിക്കുന്ന തിരക്കിലാണ്. മാർച്ച് 2-നാണ് സ്വകാര്യ ചാന്ദ്ര പര്യവേഷണ കമ്പനിയായ ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ ബ്ലൂ ഗോസ്റ്റ് വിജയകരമായി ലാൻഡ് ചെയ്തത്. ചന്ദ്രന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ വിശാല തടമായ മേർ ക്രിസിയസിലെ കൊടുമുടിയിലാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത്. ചന്ദ്രനിലെ സൂര്യോദയത്തിന്റെ ചിത്രം എടുക്കുന്നതുൾപ്പെടെ ബഹിരാകാശ പേടകം അതിന്റെ ശാസ്ത്ര ലക്ഷ്യങ്ങൾക്കായി വേഗത്തിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട്. ബ്ലൂ ഗോസ്റ്റിന്റെ ലാൻഡിംഗ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് നാസ. കംപ്രസ് ചെയ്യപ്പെട്ട റെസല്യൂഷൻ പരിമിതമായ വീഡിയോ പേടകത്തിലെ നാസയുടെ സ്റ്റീരിയോ ക്യാമറ ഫോർ ലൂണാർ പ്ലൂം സർഫസ് സ്റ്റഡീസ് എന്ന ഉപകരണത്തിലെ 4 ഷോർട്ട് ഫോക്കൽ ലെങ്ത് ക്യാമറകളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. വിവരശേഖരണത്തിനായി ഇതിനു പുറമെ 2 ലോങ് ഫോക്കൽ ലെങ്ത് ക്യാമറകളും സ്കാബ് സിസ്റ്റത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 3000-ലധികം ചിത്രങ്ങൾ ഇതിനോടകം ശേഖരിച്ചിട്ടുമുണ്ട്. നാസയുടെ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസസ് പദ്ധതിയുടെ ഭാഗമായാണ് ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ അയച്ചത്. ഫയർഫ്ലൈ എയ്റോസ്പേസ് എന്ന സ്വകാര്യ കമ്പനിയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 45 ദിവസം സമയമെടുത്താണ്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.